അങ്ങനെ കാനഡ ഡേയുടെ ടീഷർട്ടൊക്കെ ഇട്ട് റെഡ് ടീഷർട്ട് നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യദിനത്തിന് ഇല്ല, റെഡൊന്നുമില്ല, വേറെ കളറാണ് നമ്മുടെ നാട്ടിൽ വൈറ്റ്, ഓറഞ്ച്, ഗ്രീന്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ അഭിമാനപൂർവ്വം കാനഡ ഡേയുടെ ആഘോഷത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ജൂലൈ 1 കാനഡ ഡേ. ഇപ്പോൾ നമ്മളായാലും വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ഓർമ്മയൊക്കെയാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കാനഡ ഫ്ലാഗൊക്കെ റെഡ് കളറ് ടീഷർട്ടാണ് എല്ലാവരും, ടീഷർട്ട് കാനഡ എന്നൊക്കെ എഴുതിയേക്കുന്ന ടീഷർട്ടാണ് മിക്കവാറും എല്ലാവരും ഇട്ടിരിക്കുന്നത്. അതുപോലെ എവിടെ നോക്കിയാലും നമുക്ക് റെഡ് കളർ കാണാം. ഇപ്പോൾ കനേഡിയൻ കോൺഫെഡറേഷൻ 1867 ജൂലൈ 1 ആദ്യമായിട്ട് കാനഡ എന്ന കൺട്രി ബ്രിട്ടീഷ് നോർത്ത് അമേരിക്ക ആക്ട് അനുസരിച്ച് രൂപീകൃതമായത്. അപ്പോൾ അതിനു മുമ്പ് കാനഡയുടെ പേര് ന്യൂ ഫ്രാൻസ് എന്നായിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് രൂപീകരിച്ച പ്രോവിൻസ് നമ്മളിപ്പോൾ താമസിക്കുന്ന നോവാ സ്കോഷ്യ എന്ന് പറയുന്ന ഈ പ്രോവിൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂ ബ്രൗൺസ്വിക്ക് ആൻഡ് പ്രോവിൻസ് ഓഫ് കാനഡ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രോവിൻസ് ഓഫ് കാനഡ ഡിവൈഡഡ് ഇൻറ്റു 2 ആസ് ക്യൂബക് ആൻഡ് ഒണ്ടാരിയോ. അപ്പോൾ പിന്നെയും അങ്ങനെ ഓരോരോ പ്രോവിൻസ് കൂട്ടിച്ചേർത്ത് ഇന്ന് 10 പ്രോവിൻസ് ഉണ്ട് കാനഡയിൽ. ഇപ്പോൾ കാനഡയിൽ 2 കളേഴ്സാണ് ഒഫീഷ്യലായിട്ട് ഈ രാജ്യത്തിൻ്റെ കളേഴ്സായിട്ട് പറയുന്നത്, റെഡ് ആൻഡ് വൈറ്റ് ആണ്. അത് റെഡ് ആണെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലണ്ട് സ്വാധീനവും വൈറ്റ് ആണെങ്കിൽ ഫ്രാൻസ് സ്വാധീനവുമാണ് കാണിക്കുന്നത്. പിന്നെ കാനഡ എന്നുള്ള പേര് വന്നത് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസ്, അത് ഫ്രാൻസിൽ നിന്നും നോർത്ത് അമേരിക്കയിൽ നിന്നൊക്കെയാണ് ഇവിടെ കുടിയേറി പാർത്ത ഫസ്റ്റ് നേഷൻസ്. അവർ വന്നപ്പോൾ കാനഡേനെ വിളിച്ച പേരാണ് കനാട്ട. അപ്പോൾ കനാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വില്ലേജ് ഓർ സെറ്റിൽമെൻ്റ് എന്നാണ്. അപ്പം ഞാനും ഇതുപോലെ ഗൂഗിളിൽ നിന്നാണ് തപ്പി കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ വില്ലേജ് ഓർ സെറ്റിൽമെൻ്റ് എന്നുള്ള പേര് അവർ കനാട്ട എന്ന് വിളിച്ചു. അങ്ങനെ ആ വേർഡ് മാറി മാറി കാനഡ എന്നായി. അപ്പോൾ ഇന്ന് കാണുന്ന ഈ കാനഡ വലിയൊരു അതായത് ഫസ്റ്റ് നേഷൻസിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഈ കാനഡ. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഇമിഗ്രൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ആയിട്ടുള്ളതും പിന്നെ അതുപോലെ വളരെയധികം ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്നും കാനഡ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കാനഡ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രത്യേകതകളുള്ള ഈ കാനഡയിൽ നമുക്ക് താമസിക്കാൻ പറ്റിയതിലും ഈ കാനഡയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാനഡ ഡേ ആഘോഷിച്ചു, വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ചു. അപ്പം പിള്ളേരൊക്കെ ആണെങ്കിലും പോയി, പിന്നെ അവിടെ പാർക്കിലൊക്കെ കുറേ ആക്ടിവിറ്റീസും അപ്പം നമ്മുടെ നാട്ടിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന് ഇപ്പോഴും നമ്മൾ പിള്ളേരെയാണ് ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മളിപ്പോഴും അറേഞ്ച് ചെയ്യാറ്. നമ്മുടെ സ്കൂളിലൊക്കെ പോയി നമ്മൾ കുറേ മിഠായിയൊക്കെ പറക്കലും അതുപോലെ കുറേ പ്രോഗ്രാംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലായാലും. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെയും. അപ്പോൾ ഇങ്ങനെ നല്ലൊരു കൺട്രിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. Thank you for watching. Keep on watching Grace's Small World.